CPM ഗ്രൂപ്പ് പോരിനും മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയ നീക്കത്തിനുമിടയിൽ ബലിയാടാക്കപ്പെട്ട് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടുവെന്ന കുറ്റമല്ലാത്ത തെറ്റ് ചൂണ്ടിക്കാട്ടി നടത്തുന്ന അന്വേഷണം ആരെ സംരക്ഷിക്കാനാണ് എന്ന ചോദ്യവും ഉയരുകയാണ്. അതേസമയം അന്വേഷണ ചുമതല അജിത് കുമാറിനോട് അമർഷമുള്ള DGPക്ക് നൽകിയിരിക്കുന്നത് ബോധപൂർവമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ADGP അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പിണറായിയുടെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെടുത്താൻ CPM ഒരു വിഭാഗം നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളിൽ അജിത് കുമാർ കരുവാക്കപ്പെടുന്നുവെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന നീക്കം എന്ന് പറയുന്നത് ADGP അജിത് കുമാറിനെതിരായിട്ടുമല്ല. നീക്കം നടത്തുന്നവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള മാത്രമാണ്. അപ്പൊ അതിനിടയിലേക്കാണ് RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. പക്ഷെ അതിന് ഈ ഒരു വലിയ സാമുദായിക ഛായ കൈവന്നിട്ടുണ്ട്. ചില പ്രത്യേക മാധ്യമങ്ങൾ, ചില പ്രത്യേക പത്രങ്ങൾ, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ ഇതുവരെ വലിയ ദൈവതുല്യനായിട്ടും വലിയ മതേതരനായിട്ടുമാണ് കണക്കാക്കിയത്. RSS നേതാക്കളുമായിട്ട് ADGP രഹസ്യ ചർച്ച നടത്തിയത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നും ഇത് മുഖ്യമന്ത്രിയുടെ എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിന്റെ മതേതര പ്രതിച്ഛായക്ക് വലിയ മങ്ങലേറ്റിരുന്നു. സത്യത്തിൽ ഈ ഇദ്ദേഹത്തിനെതിരെ യുദ്ധം ഒരുക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു ഇത് തന്നെയാണ്. ഇത് മുൻനിർത്തിയിട്ട് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതിൽ പങ്കെടുത്തു. പിന്നെ UAE കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ചില മൂലധന ശക്തികൾക്ക്, ചില വ്യവസായികൾക്ക് ഇതിൻ്റെ അകത്ത് മുതൽ മുടക്കുണ്ട്. അതുപോലെ തന്നെ ചില സാമുദായിക ശക്തികൾ വലിയ തോതിൽ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മൊത്തത്തിൽ തകർക്കുക, അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യുക, ഇത്ര കാര്യമുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്, അല്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമല്ല ADGPയുമല്ല. ഇതേസമയം തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ടിട്ടുള്ള CPM നേതാക്കൾ കേരളം ഭരിക്കുമ്പോഴാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ നിയമലംഘനമാണെന്ന് ആരോപണമുന്നയിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമം നടത്തുന്നതെന്നും ADGP അജിത് കുമാറിനെതിരായ ആരോപണത്തെ പരിഹസിക്കുന്നുണ്ട്. ഇതേസമയം DGPക്ക് അനഭിമതനായ ADGP അജിത് കുമാറിനെതിരെയുള്ള കരുനീക്കത്തിന്റെ ഭാഗമാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ DGP വരുത്തിയ കൂട്ടിച്ചേർക്കലെന്നും വിലയിരുത്തപ്പെടുന്നു. ഇതേ DGP തന്നെയാണ് RSS നേതാക്കളുടെ കൂടിക്കാഴ്ച സംബന്ധിച്ച അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്നതും. ADGPയെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും ADGPയുമായിട്ട് കണ്ണിന് നേരെ കാണാത്ത ആളാണ് നമ്മുടെ DGP വളരെ കഴിവില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ്, തീരെ പ്രാപ്തനല്ലാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ADGP ഇഷ്ടമല്ല, ADGPക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. അപ്പോൾ ADGPക്ക് എതിരായിട്ടുള്ള അന്വേഷണം DGP ഏൽപ്പിക്കുന്നു. അപ്പോൾ DGP എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ സർക്കാരിന്റെ ദിശാബോധം നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനം. അജിത് കുമാറിനെതിരെ അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് നിലപാട് മാറ്റേണ്ടി വന്നത് വർഗീയ ശക്തികൾക്ക് മുന്നിലുള്ള കീഴടങ്ങലായാണ് കണക്കാക്കപ്പെടുന്നത്. ഭരണഘടനയെ കൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത്. എനിക്ക് പലതും പറയാനുണ്ട്, ഞാൻ പറയില്ല. ഇത് പറഞ്ഞതിന് ശേഷം അൻവറിന് മിണ്ടാട്ടില്ല. അൻവർ അതോടെ സൈലൻ്റ്. മലപ്പുറത്തെ പല കാര്യങ്ങളും ഞാൻ പറയും എന്ന് പറഞ്ഞതിന് ശേഷം അൻവർ മിണ്ടാട്ടുമില്ല. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കഴിഞ്ഞ 5-8 വർഷക്കാലമായി കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരുന്ന സ്വർണ്ണക്കടത്ത്, അവരുടെ ആ സ്വർണ്ണക്കടത്തുകാർ തമ്മിലുള്ള കുടിപ്പക, ഒന്ന് മുഖ്യമന്ത്രി പക്ഷവും ഒന്ന് അൻവർ പക്ഷവും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു തെറ്റലാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം. സെൻട്രൽ ഏജൻസി ഇതിലേക്ക് കടന്നു വരേണ്ട സാഹചര്യമാണ്. ഇത് ആരെ അന്വേഷിക്കും? DGP ആണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. DGP ആർക്കെതിരെയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പറയട്ടെ, ADGPക്കെതിരെ DGP റിപ്പോർട്ട് കൊടുത്തു. അതിനകത്തുള്ള റിപ്പോർട്ടിലൊക്കെ ഒരു മയമുള്ള റിപ്പോർട്ട് തന്നെ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.